നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ സച്ചി രേവതിയും കൂടെ സംസാരിക്കുവാണ്. ആ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, അമ്മ എന്തുകൊണ്ടാണെന്നറിയാവോ ഇപ്പൊ ശ്രുതിയും തമ്മി അകറ്റാൻ ശ്രമിക്കണത്? ചിലപ്പോ അമ്മയ്ക്ക് പേടി കാണുമായിരിക്കും ശ്രുതി ഇനിയിപ്പൊ ശ്രുതിയെ പറയുന്നത് കേട്ടിട്ട് ആ വഴിക്ക് പോകുമെന്ന്. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം ശ്രുതി എന്ത് കള്ളത്തരം കാണിച്ചാലും അതെല്ലാം അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന. ആദ്യമായിട്ടാണ് ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ അത് അമ്മയോട് പറയാതിരുന്നേ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ടാന്ന് തോന്നേ ശ്രുതിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കണത്. അതായിരിക്കും കാരണം. എടി എന്തായാലും നിനക്ക് നല്ല കാലമല്ലേ, അതുകൊണ്ട് നിന്നോട് അമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്നില്ലേ? അച്ഛനും അത് സന്തോഷമുള്ളൊരു കാര്യമാണ് സച്ചേട്ടാ. പക്ഷെ എത്ര നാളത്തേക്കാന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതങ്ങനെ പെട്ടെന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ സ്വഭാവം വെച്ച് എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, നിനക്ക് നേരത്തെ കിടന്ന് ഉറക്കം ഉണ്ടായിരുന്നില്ലോ അമ്മയുടെ ഒരു ചീത്ത കേൾക്കാതെ. അമ്മയുടെ ചീത്ത കേട്ടില്ല നിനക്ക് ഉറക്കവും വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അമ്മയുടെ ചീത്ത കേൾക്കാതെ നീ ഉറങ്ങാൻ ശീലിച്ചില്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് ചിരി വന്നു. പിന്നീട് രേവതി ശ്രുതിക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വന്നു. അങ്ങനെ ആഹാരം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിച്ചു, ഇനി വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ട, ഇത് മതി എന്നൊക്കെ പറയണം. അങ്ങനെ രേവതി മുറിയിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സന്തോഷമായി കാണൂല്ലേ രേവതി എന്ന് ചോദിച്ചു. രേവതി ഇങ്ങനെ ഒരു ഞെട്ടലോടുകൂടി ശ്രുതിയെ നോക്കണം. എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? അല്ല, ആന്റീനെ വഴക്ക് പറഞ്ഞില്ലേ, എന്നെ തല്ലുമൊക്കെ ചെയ്തില്ലേ, അപ്പൊ ആ കാര്യത്തിൽ സന്തോഷം കാണുമായിരിക്കുന്നു. അത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം. രേവതി വന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ ശ്രുതി പറയണെന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷമാവാനോ? മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നവളല്ല ഈ രേവതി. അവിടെ നിനക്ക് തെറ്റിപ്പോയി. പിന്നെ അത് മാത്രല്ല, അതിന് മാത്രം നിന്നോട് ഞങ്ങൾ എന്താ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, സച്ചിയല്ലേ വലിയ പ്രതിക്കൂട്ടി നിർത്തിയിട്ട് ശ്രുതിയെ എന്നെയൊക്കെ ചോദ്യം ചെയ്തേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് എത്രയാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? അച്ഛനോട് ഈ കുടുംബത്തോട് എന്താ ചെയ്തേ? ആ പണം അത് അച്ഛനെ തിരികെ കൊടുത്തിട്ട് അച്ഛൻ്റെ നിന്ന് ചോദിച്ചിട്ട് വാങ്ങുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഏറ്റവും വലിയ കള്ളത്തരം ചെയ്തിട്ട് ഇപ്പൊ കുറ്റം ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. നാണമുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ കൈ കൊണ്ട് പച്ച വെള്ളം പോലും ഞാൻ നിനക്ക് എടുത്തു തരില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ രേവതി വീട്ടിലേക്ക് വന്നു. ശരത്തും ലക്ഷ്മിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, അയ്യോ, അപ്പൊ ഇപ്പം ശ്രുതിയെ ഇപ്പൊ കണ്ണെടുത്താ കാണത്തില്ലായിരിക്കൂല്ലേ ചന്ദ്രമതിക്ക്? അതേമേ, ഒന്നും പറയണ്ട. അത് കേട്ട് കഴിഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു, ആ കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, കാഴ്ചയൊന്നും കാണേണ്ടതായിരുന്നു. എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ശ്രുതിയുടെ അവസ്ഥ ഭയങ്കര പരിങ്ങല്ല. അവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് നേരെ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പോലും അമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ ശ്രുതി എല്ലാരെയും വേദനിപ്പിച്ചല്ലേ. ശരത്തിന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. ശരത്ത് ആ വീട്ടിൽ വന്ന സമയത്ത് ശരത്തിനെ അടിക്കാനൊക്കെ ഒരുങ്ങിയതല്ലേ. ആ സമയം ശരത്ത് പറഞ്ഞു, അത് ശരിയാ, അവർക്കുള്ള ശിക്ഷയാ കിട്ടിയത്. അല്ലെങ്കിലും അവരത്ര ശരിയല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഈ ആന്റണി ചേട്ടൻ്റെ അടുത്തെ അവര് വരാറുണ്ടായിരുന്നു പറഞ്ഞു. ആന്റീനെ അടുത്തോ? അതെ. അതിനാടെ ശ്രുതി വരുന്നേ? ആ, പലിശയ്ക്ക് പൈസ മേടിക്കാനായിരുന്നു. പലിശയ്ക്ക് പൈസ മേടിക്കാനോ? നിനക്ക് ആള് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. ആള് തെറ്റിപ്പോയതൊന്നും അല്ലെന്നേ. ആ ചേച്ചി വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ മാറിയിരിക്കുക ചെയ്യുന്നേ. അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ പെട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എടാ, സത്യമാണോ? സത്യവാ. എന്നാലും ശ്രുതി എന്തിനാ അവിടേക്ക് വരുന്നേ? മലേഷ്യക്കാരനല്ലേ ശ്രുതിയുടെ അച്ഛന്, ഇഷ്ടം പോലെ പൈസയുണ്ട്. പിന്നെ അവളൊന്ന് പൈസ പലിശയ്ക്ക് മേടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. ശരത്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരാള് ശരിയല്ല, ആള് തരികടയാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, എടാ മോനെ, നിനക്ക് ചിലപ്പോൾ ആള് തെറ്റിയതായിരിക്കും. ഇല്ലാന്നേ, എനിക്ക് ആള് തെറ്റിയിട്ടൊന്നുമില്ല, അവര് തന്നെയാ വന്നേന്നൊക്കെ ശരത്ത് ഉറപ്പിച്ചു പറയാണ് രേവതിയോട്. ഇതേ സമയത്ത് ശ്രുതി കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും ശ്രുതി കഥ തുറന്നില്ല. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് എന്താടാ എവിടെയെന്ന് ചോദിച്ചു. അല്ല, ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി കഥ തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. തുറക്കുന്നില്ലാന്നോ? അമ്മ, എനിക്ക് പേടിയുണ്ട്, അവള് നല്ല ടെൻഷനിലായിരുന്നു, ഇനിയിപ്പോ പല കടുങ്കൈ ചെയ്യുവോന്ന്. ചന്ദ്രമതി പോയി കഥയെ മുട്ടുവാണ്. എടി ശ്രുതി, കഥ തുറക്കാൻ പറഞ്ഞു. 2-3 വട്ടം മുട്ടിയിട്ടും തുറന്നില്ല. അപ്പോഴേക്ക് സച്ചിൻ രേവതിക്ക് അങ്ങോട്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രുതി പതുക്കെ കഥ തുറന്നു വരുന്നേ. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, നീ ഇത് എന്തെടുക്കുമായിരുന്നിട്ട് അതിനകത്ത്? അല്ലമ്മ, ഞാൻ പതുക്കെ കിടന്നൊന്ന് മയങ്ങിപ്പോയിരുന്നു. നിന്റെ മയക്കം ഒന്നും ഞാൻ പറയുന്നില്ല, എത്ര വട്ടം വിളിക്കണോടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഈ സമയം ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, എടാ, അകത്തേക്ക് കയറുന്നോളാം, പെട്ടെന്ന് കുളിച്ചിറങ്ങി പുറത്തേക്ക് വന്നേക്കണം. പറഞ്ഞു കേട്ടല്ലോ, അവിടെ നിന്ന് കൊഞ്ചിക്കൊഴയാൻ പോയേക്കല്ല. ഇല്ലമ്മയെന്നും പറഞ്ഞിട്ട്
ശ്രുതി അങ്ങോട്ടേക്ക് കയറുവാണ്. ഈ സമയത്ത് ശ്രുതി കയറി കഥ അടയ്ക്കാൻ തുടങ്ങണം. നീ എങ്ങോട്ടാടി കയറി കഥ അടയ്ക്കുന്നേ? അല്ലമ്മേ അത് പിന്നെ കഥ ഒന്നും അടയ്ക്കണ്ട, പറഞ്ഞത് കേട്ടല്ലോ. പെട്ടെന്ന് അവൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, കണ്ടില്ലേ രേവതി, അമ്മയ്ക്ക് എന്തൊരു ദേഷ്യം എന്ന് നോക്കിയേ. രേവതി പറഞ്ഞു, എന്താ സച്ചിയേട്ടാ അമ്മ ഇങ്ങനെ? ഇങ്ങനെയെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ അവർ ചെയ്തേ, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേന്ന് ചോദിച്ചു. എന്ത് കൂടുതൽ? ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുള്ളൂ. അല്ല, അവര് കുറെ കിടന്ന് കളിച്ചല്ലേ, ഇനി അങ്ങോട്ട് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. രേവതിക്ക് എന്നാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. രേവതി പറഞ്ഞു, അല്ല അമ്മയ്ക്കിപ്പോ പഴയ സ്വഭാവമൊന്നും അല്ല, അമ്മ ആളാകെ മാറിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതെ, ഒരു മാറ്റം ആരാ ആഗ്രഹിക്കാത്ത, അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോയി. ഈ സമയത്ത് രവീന്ദ്രന്റെ അടുത്തേക്ക് ശ്രുതി എല്ലുവാണ്. ശ്രുതി എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണോ അച്ഛാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ രവീന്ദ്രൻ ദേഷ്യമായി. രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി നീ ശ്രുതിയും ചെയ്ത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ലച്ചാ അത് പിന്നെ അതെ, ആ പൈസ കിട്ടിക്കഴിയുമ്പം അത് മര്യാദയ്ക്ക് കൊണ്ടേ തരുമായിരുന്ന കുഴപ്പമില്ലെന്ന് ഞങ്ങളുടെ കയ്യില്. എന്റെ കൈ കൊണ്ടു തന്നിട്ട് അച്ഛാ ആ പണം കിട്ടി, ശ്രുതിക്ക് ബിസിനസ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരത്തില്ലായിരുന്നോ? അല്ലാതെ പിന്നെ അച്ഛാ കുറച്ച് പൈസയും കൊണ്ട് എങ്ങനെ ബിസിനസ് തുടങ്ങുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നേ? അപ്പം അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് അത് തരാതിരുന്നേ. ഓഹോ, അപ്പൊ കള്ളത്തരം കാണിച്ചേക്കാന്ന് രണ്ടുപേരും വിചാരിച്ചില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ആ പൈസക്ക് ഞാൻ മാത്രമല്ല, ശ്രുതി മാത്രമല്ല അർഹന്, ബാക്കി ശ്രീകാന്ത്, സച്ചി, ചന്ദ്രമതി എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം അവകാശപ്പെട്ട പണം അത് ഒരാൾക്ക് മാത്രം കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ ആ പണം എടുക്കുക മാത്രം ചെയ്യുമല്ല ചെയ്തേ, അത് പിന്നെ മറച്ചു വെക്കുകയും ചെയ്തു. കള്ളത്തരം കാണിച്ച് ഇത്രയും കാലം നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? എന്നിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോടെങ്കിലും അതിനെക്കുറിച്ച് പറയണ്ടായിരുന്നോ? അച്ഛാ അത് പറയണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എങ്കില് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പ്രതികരണം എന്ന് അറിയത്തില്ല ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ പണം ബിസിനസ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു തരാന്നൊക്കെ കരുതിയിരുന്നേന്ന് പറഞ്ഞു. കുറേശ്ശെ തിരിച്ചു തന്നു പോലും. എന്നിട്ട് നിങ്ങൾ തന്നോ? ഇല്ലല്ലോ, ഒരു രൂപ പോലും തന്നില്ലല്ലോ. പറയുമ്പോ നിങ്ങൾക്ക് ഭയങ്കര നാക്കാം. നിങ്ങളെയൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതും പറഞ്ഞോണ്ട് മേലെ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഒരു ന്യായീകരണവും ഇല്ല, ഇതൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇന്ന് നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇതിൻ്റെക്കാൾ അപ്പുറമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ശ്രുതിക്കാണ് ഞാൻ കുറെ തവണ താക്കീത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ശ്രുതി അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എന്താ രവിയേട്ടാന്നൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ലമ്മേ അത് പിന്നെ ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാനായിട്ട്? നീ ഒന്നും സംസാരിക്കണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, മര്യാദയ്ക്ക് കേറിപ്പോടി. അവള് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നു. രവിയേണ്ട കയ്യിലെടുക്കാന്ന് എഴുതി വന്നായിരിക്കുമല്ലേ? വെറുതെയാ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. സോപ്പ് ഇടണമെങ്കിലേ അതിന് ഈ വീട്ടിൽ ചെലവാകത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രുതിയെ പറഞ്ഞു വിട്ടു. പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു, രവിയേണ്ട മനസ്സ് അലിയുന്ന കരുതിയിട്ടാ അവള് വന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ്. ഒരു കാരണവശാലും അത് പാടില്ല, അറിയാലോ. അങ്ങനെ മാപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നും പറഞ്ഞ് ചന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഒന്ന് പോവാണ്. ഈ സമയത്ത് സച്ചിയുടെ അടുത്ത് വന്നിട്ട് രേവതി പറഞ്ഞു, സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ശരത്തിനെ കണ്ടായിരുന്നു. ഓ, അതാണ് വലിയ അത്ഭുതം, നീ കാണുന്നല്ലേ ചെല്ലുമ്പം? അതല്ല സച്ചിയേട്ടാ, അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? അതെ, ശരത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. ശ്രുതി ഉണ്ടല്ലോ, ആന്റിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു. ആന്റിന്റെ അടുത്തോ? അതെന്തിനാ? പൈസ വാങ്ങാനാകട്ടെന്നാ പറഞ്ഞ. പൈസയോ? അതെ, പലിശയ്ക്ക് പൈസ വാങ്ങാനായിട്ട്. പക്ഷെ അതെന്തിനാന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഈ പാർലടുത്ത് ആളൊരു ഫ്രോഡാന്നുള്ള കാര്യം. ഇനി പണത്തിന്റെ ഇടപാട് മാത്രമുള്ളോ അതോ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ശരത്ത് അതിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ശരത്ത് എന്നോട് പറഞ്ഞുള്ളൂ, പിന്നെ വേറെ എന്തെങ്കിലും ഇടപാടുകളൊക്കെ ഉണ്ടോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയം സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് വെച്ചൊന്ന് കണ്ടെത്തണമല്ലോ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് സച്ചി പറയാണ്. പിന്നീട് രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ സച്ചി വന്നിട്ട് ചോദിച്ചു, എന്താ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറഞ്ഞു. അല്ല സച്ചിയേട്ടാ, ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, ശ്രുതി ആന്റിനും തമ്മിലുള്ള കണക്ഷനെ പറ്റി അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ, ശ്രുതി പണം മേടിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഇപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ സച്ചിയേട്ടാ? ഇപ്പൊ അത് പറയണ്ട, നമുക്ക് നോക്കാം, എന്തൊക്കെയോ കള്ളത്തരങ്ങളാണെന്ന് തോന്നേ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്നാലും ശ്രുതി എന്തിനായിരിക്കും ഈ പണമെല്ലാം വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് അറിയത്തില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കണമെന്നു.
കാരണം പലിശയ്ക്ക് പൈസ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നിവൃത്തിയില്ലാതെ ഒരു മേടിക്കുന്നല്ലേ. പക്ഷെ ശ്രുതിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പിന്നെ ഇതിങ്ങനെ എന്തിനാ മേടിക്കണം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എന്താ രേവതി നീ എന്നെ വിളിക്കാത്ത എന്താന്ന് ചോദിച്ചു. അതെ ഞാൻ അമ്മയെ ഒന്ന് വിളിച്ചായിരുന്നു, പിന്നെ അമ്മ വരുമെന്ന് കരുതിയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ചന്ദ്രമതിക്ക് വിളമ്പി കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്ന് ഞാൻ വർഷം പറഞ്ഞു, ആഹാ ഇതെന്താ ശ്രുതി അടുത്ത് അവിടെ വന്ന് നിൽക്കുന്നേ, ഇരിക്കാന്ന് പറഞ്ഞു കഴിക്കാനായിട്ട്. ചന്ദ്രമതി പറഞ്ഞു, അതെ ഇപ്പൊ അവൾ ഇരിക്കണില്ല എന്ന് പറഞ്ഞു. നീ ഇരിക്കുമൊന്നും വേണ്ട, അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എല്ലാവർക്കും എടുത്തു വിളമ്പി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ശ്രുതിക്കൊട്ട് സഹിച്ചില്ല. സച്ചിക്ക് ചിരി വന്നു. സച്ചി പറഞ്ഞു, എന്തൊക്കെയായിരുന്നു. അല്ല ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിലേ ഈ പാവയൊക്കെ കളിക്കാൻ മേടിച്ചു കൊടുക്കൂലേ, അങ്ങനെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് കളിച്ച് കുറേ ആയി കഴിയുമ്പോഴത്തേനും അതിന് ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേനും അത് ഏതൊരു മൂലക്കിലേക്ക് എറിയും. പിന്നെ അത് അവിടെ ഇട്ട് തട്ടിക്കളിക്കും, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇവിടെ ചിലരുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, എനിക്ക് മനസ്സിലായടാ, നീ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന, എന്നെ കൊള്ളിച്ച് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ശ്രുതിയേട്ടാ, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഇത്രയും കാലം ശ്രുതിയേടത്തിനെയൊക്കെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു ആന്റി, ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് താഴേക്ക് ഇട്ടു. അപ്പൊ അത് സച്ചേട്ടൻ പറഞ്ഞുള്ളതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു. ശ്രുതി പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ, ഞങ്ങളെ അമ്മ ഇങ്ങനെ ചീത്ത പറയുമ്പോഴത്തേനും. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സമാധാനമായി കാണുന്നോ, അതിന് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, നിങ്ങൾ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ബലം ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ, അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർഷ പറഞ്ഞു, അത് രേവതി ചേച്ചി പറഞ്ഞു 100% ശരിയാ, അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മബലം അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ, ഇനിയിപ്പൊ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയണമെന്ന് ചോദിച്ചു. ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല ശ്രുതിക്കും. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊന്നും ആയില്ല, ഇനി വരാൻ പോകുന്നുള്ളൂ, ഈ ചന്ദ്ര ആരാന്ന് നിങ്ങളൊക്കെ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്കും ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഇത്രയും നാളും എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം. ഇനി എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിട്ട് വരാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ മുന്നിലേക്കൊന്നും വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, കണ്ടില്ലേമ്മേ പാവ ശ്രുതി, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ, എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് സങ്കടം വരുന്നുണ്ടെ ഞങ്ങൾ എന്ത് ചെയ്യണടാ, നിനക്ക് സങ്കടം വരുന്നുണ്ടെ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി എഴുന്നേറ്റ് പോയി. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഭാമയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ഭാമയെ കണ്ടു കഴിഞ്ഞിട്ട് ഭാമയുടെ അടുത്ത് കരഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. ഭാമ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ദേ ഈ ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തിയും കറിയെ കൊണ്ട് കൊടുക്കണം. ശ്രുതി പറഞ്ഞു, എനിക്ക് വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ, ചന്ദ്രയോട് ഞാൻ സംസാരിക്കാം, മോൾ ഇത് കഴിക്കുക, എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്, പണം ഇന്ന് വരും നാളെ പോകും, മോൾ അന്ന് ഓർത്ത് സങ്കടപ്പെടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ട ആൻറ്റി എനിക്കൊന്നും വേണ്ട, എനിക്ക് തിന്നാൻ തോന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഭാമ പറഞ്ഞു, എന്താ മോളെ ഇത്, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ശ്രുതി അപ്പം മനസ്സ് വിചാരിച്ചു, ഭാമാൻറ്റി എന്താണെങ്കിലും അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയും, ഉറപ്പാ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് തനിക്ക് എത്താൻ സാധിക്കും എന്നൊക്കെ ഒരു ചിന്തയുടെ ശ്രുതിയുടെ മനസ്സിൽ. ചന്ദ്രമതിനെ എങ്ങനെയും വീണ്ടും കയ്യിലെടുക്കണം, അതൊക്കെയായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.